ഹായ്. നമ്മളിപ്പോ ഇങ്ങനെ കണ്ണൂരിലെത്തി, കുറച്ച് ദിവസമായി കണ്ണൂരിലെത്തിയിട്ട്. അപ്പൊ പോസ്റ്റ് പ്രഗ്നൻസി നമ്മളിങ്ങനെ ഒരു പ്രസവ ചികിത്സ ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പൊ ഈ പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് പല പല ഇതിലൂടെ പോവുകയല്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പം ആയുർവേദത്തില് ഒരു ചികിത്സ ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം അല്ലേ? അത് എല്ലാ പ്രഗ്നന്റ് ലേഡീസും ആഫ്റ്റർ പ്രഗ്നൻസി അതൊരു എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവർ ഇമോഷൻസും അതുപോലെ അവർ ഗോ ത്രൂ ചെയ്യണ എല്ലാ കാര്യത്തിലും ഒരു എന്താ പറയുക, ബാക്ക് പെയിനും നെക്ക് പെയിനും എല്ലാം മാറാനും അവരൊന്ന് റീഫ്രഷ് ആയിട്ടൊന്ന് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു കെയർ നിർബന്ധം തന്നെ എല്ലാവരും ചെയ്യണം. ഹലോ, വെരി ഗുഡ് മോർണിംഗ് ഫ്രം സമത ആയുർവേദ. ആക്ച്വലി ഇന്നലെ ഞങ്ങൾ എത്താൻ കുറച്ച് ലേറ്റ് ആയി, നൈറ്റ് ആയി. അതുകൊണ്ട് വീഡിയോ ഒന്നും പിന്നീട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ എണീച്ചിട്ട് ഈ മൊത്തത്തിൽ ഈ സ്ഥലത്തിന്റെ ഒരു ആംബിയൻസ് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇതാണ് ഇനി നമ്മൾ 10-14 ദിവസം ഇരിക്കാൻ പോകുന്ന സ്ഥലം. അതാണ് ഞങ്ങളുടെ റൂം. ഐഷ ഇവിടുന്ന് കൈകാട്ടുന്നുണ്ട്. ഇന്നലെ ഇപ്പം ഡോക്ടറെ കണ്ടില്ലേ, ഇനിയിപ്പോ രാവിലെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ശേഷം ഐശ്വര്യ ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, അതിനുശേഷം ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പോവാണ്. അപ്പൊ ഇതാണ് ഇവരുടെ ട്രീറ്റ്മെന്റ് റൂം. അവിടെ മൊത്തം കാര്യങ്ങൾ അവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ ടി വിയിൽ കണ്ടാക്കിയുള്ളൂ. ഇങ്ങനത്തെ ഈ എണ്ണപ്പാത്തിയൊക്കെ ആയുർവേദത്തിന് ഒരു മൂടൊക്കെ കിട്ടുന്നുണ്ട്. ഇങ്ങനെയുണ്ട് മസാജൊക്കെ. ഇതെന്തായാലും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രസവിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയും നമ്മുടെ ഹെയറും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു നല്ലൊരു റിജുവനേഷനാണ് എന്തായാലും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ അപരാജിത ധൂപചൂർണം ചെയ്യണം. പുകക്കാട് റാമി ഇപ്പൊ കൂടുതൽ കംഫർട്ട്, എല്ലാരോടും ഭയങ്കര കംഫർട്ടായിട്ട് അവള് നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡോക്ടർ, സരിക ഡോക്ടർ. ഹായ്. ഇത് നമ്മുടെ ആതിര. ഹായ് ഹായ് പറടാ, ഹായ് പറ. ഹായ്. നല്ല സുഖമുണ്ടല്ലേ, നല്ല സുഖമുണ്ട്. എന്ത് രസമല്ലേ കുളിക്കാൻ. ഇങ്ങനെയാണ് അവള് കുളിച്ചിട്ട് കൊണ്ടുവരിക. കാണാൻ തന്നെ നല്ല രസമാണ്. ഇങ്ങനെ കുളിച്ചിങ്ങനെ ടർക്കിയിലിങ്ങനെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നല്ല രസം കാണാൻ. അപ്പൊ ഐശുവിന്റെ ഈവനിങ്ങിലേക്കുള്ള കുറുക്ക് വന്നു. മറ്റേ റാഗിയുടെ ഇതല്ലേ അത്, റാഗി കുറുക്ക്. നല്ല ഫുഡ് തന്നെ ഐശു. പ്രഗ്നൻസി ലേഡീസ് നന്നായി ഫുഡ് അടിക്കണം, എന്നാലേ കുഞ്ഞാവയ്ക്ക് പാല് നന്നായി കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ എത്രാമത്തെ, 7ാമത്തെ ഫുഡായിരിക്കും. ഇനി ഡിന്നർ അല്ല 6ാമത്തെ. ഇത് ഇനി ഡിന്നർ അതിന്റെ ഫ്രൂട്ട്സ്, അത് 8ാമത്തെ. അങ്ങനെ 8 നേരം കഴിക്കണം.
നമ്മളിങ്ങനെ ഡെയിലി ഫുഡ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ നല്ല ഈ ഗാർഡൻ പോലെ ഇവിടെ ഒരു ഏരിയ ഉണ്ട്. അവിടെ വന്ന് എപ്പോൾ ഇരിക്കും. ഇവിടെ എന്ന് വെച്ചാൽ നല്ല കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ ഒരു പീസ്ഫുൾ അന്തരീക്ഷം. ഈ വെള്ളത്തിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുമ്പോൾ മാമിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. അപ്പം അതിങ്ങനെ ശബ്ദം കേട്ട് അങ്ങനെ ഉറങ്ങിപ്പോകും. നമുക്ക് തന്നെ ഭയങ്കര റിലാക്സേഷനാണ് ഇവിടെ ഇങ്ങനെ നൈറ്റ് വന്നിരിക്കുമ്പോൾ. ഒന്നും ചിന്തിക്കാനില്ല, നല്ല സുഖമായിട്ട് ഇങ്ങനെ ആ ബുദ്ധൻ്റെ സ്റ്റാച്ചു ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്നതൊക്കെ നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അല്ലേ മാമിക്കുട്ടി? ഇഷ്ടമാണ്. ആണോടി ഒടി പാപ്പ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങും. അപ്പം ഇന്ന് ഞങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ മൊത്തത്തിൽ നമ്മുടെ ടോട്ടൽ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നും അതേപോലെ പറ്റുകയാണെങ്കിൽ നമുക്ക് ഡോക്ടറോടും ചോദിക്കാം ഈ ഒരു പ്രസവ രക്ഷയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതെല്ലാം ചെയ്യണോ വേണ്ടയോ, നമുക്ക് മൊത്തത്തിൽ പറ്റുകയാണെങ്കിൽ ഞാൻ ഡോക്ടറോടും അതൊന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ ഐഷു എന്തുണ്ട് 14 ദിവസത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് പ്രസവ ചികിത്സ? ഇവിടുത്തെ അന്തരീക്ഷം മൊത്തത്തിൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നല്ല അടിപൊളി അന്തരീക്ഷമാണ്. നല്ല വാമി നല്ല എൻജോയ് ചെയ്ത് തകർത്തു. ഞാനിവിടെ ഇടയ്ക്ക് ഓരോ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ചോദിക്കും നല്ല പീസ് അന്തരീക്ഷമാണല്ലോ, ഇതെവിടെയാ സ്ഥലം എന്ന് പറഞ്ഞ പോലെ ചോദിക്കും. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സമയത്ത് നമുക്കൊരു റിലാക്സേഷൻ ആണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഹെഡ് മസാജും ബോഡി മസാജും ഇതെല്ലാം കിട്ടുമ്പോൾ കൂടുതലും നമ്മൾ നമ്മുടെ ബോഡിക്ക് കൊടുക്കണ ഏറ്റവും വലിയ ഗിഫ്റ്റാണത് പ്രസവരക്ഷ പറയണത്. പിന്നെ അതുപോലെ തന്നെ തലയിലെ ഹെഡ് മസാജും അതുപോലെ തന്നെ കിഴി ചെയ്യണത് തന്നെ കൂടുതലും ഡോക്ടർ ഫസ്റ്റ് നമ്മളെ കൺസൾട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ഓരോ പേഷ്യൻസിനും ഡിഫറെൻ്റ് പോലെയാണ്. കാരണം എന്താ പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. കാരണം എല്ലാവർക്കും ചിലർക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും, നെക്ക് പെയിൻ ഉണ്ടാവും. അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് പോലെയാണ്. അപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. കാരണം എനിക്കറിയില്ല ഫീഡിങ് പൊസിഷൻ കറക്റ്റ് ആകാത്തതുകൊണ്ടാണോ അറിയില്ല, ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. പ്രസവം കഴിഞ്ഞതല്ലേ. അതുപോലെ തന്നെ ഷോൾഡറിലൊരു പെയിൻ ഉണ്ടായിരുന്നു. അതെനിക്ക് അറിയില്ലായിരുന്നില്ല. പിന്നെ കിഴി ചെയ്യുമ്പോഴാണ് ഞാൻ തന്നെ നോട്ടീസ് ചെയ്തത് എനിക്ക് അവിടെ ഒരു പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ചെയ്ത് വന്നപ്പോൾ അവിടെ ഒരു ഇപ്പോൾ കുറവുണ്ട്, നല്ല ബാക്ക് പെയിൻ ആയാലും നല്ല കുറവുണ്ട്. സ്റ്റാഫിനെ കുറിച്ചും പറയണം, നല്ല ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ കുഞ്ഞുമാവേനും അവളുടെ ഇടയ്ക്ക് അവരതിനെ എടുക്കാറുള്ളത്. അവള് നല്ല പെട്ടെന്ന് ഫ്രണ്ട്ലി ആയി. അത് പെട്ടെന്ന് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ എല്ലാവരും ബാക്കിയുള്ളവരെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ടെൻഷനില്ല. മൊത്തത്തിൽ ഓവറോൾ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പ്രസവരക്ഷയ്ക്ക് 8 ടൈം ഫുഡായിരുന്നു എനിക്ക് കഴിക്കാനുണ്ടായിരുന്നത്. നല്ല ഫുഡായിരുന്നു, അത് പ്രത്യേകം പറയണം. നല്ല അടിപൊളി ഫുഡായിരുന്നു. എല്ലാ ദിവസവും വെറൈറ്റി ആണ്. എല്ലാ ദിവസവും വെറൈറ്റി ആയിരുന്നു. ഞങ്ങളെ ചോദിക്കാം നാളെ എന്താ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതുപോലെ ബൈസ്റ്റാൻഡർക്ക് 4 ഫുഡ്, അവൾക്ക് പേഷ്യന്റിന് 8 ടൈം ഫുഡ് ഉണ്ട്. ജ്യൂസും അതും ഇതൊക്കെ ഇടക്കിടക്ക് ഫുൾ ടൈം ഫുഡ് ഉണ്ട്. നല്ല എൻഗേജ്ഡ്. മൊത്തത്തിൽ ഞങ്ങള് നല്ല ഹാപ്പിയാണ് അല്ലേ മാമി? മാമിക്ക് എന്താ പറയാനുള്ളത്? മാമി നല്ല ഹാപ്പിയാണ്. നല്ല എല്ലാ ദിവസവും. ഇതാണ് നമ്മുടെ ഡോക്ടേഴ്സ്. ഇത് ഡോക്ടർ നവനീത്, ഡോക്ടർ സരിക. ഇത് നവനീതായിട്ട് എൻ്റെ സീനിയറും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് നല്ല സർവീസ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നമുക്കൊന്ന് പൊതുവെ എല്ലാവർക്കും വേണ്ടിയിട്ടൊരു ഒന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ നാട്ടിൽ നമ്മൾ ആയുർവേദത്തിൽ ഇതിന് സൂതിക ചികിത്സ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ശരിക്കും ഉൾക്കൊണ്ടൊരു സൊസൈറ്റിയാണ് നമ്മുടെ വീടുകളിലായാലും കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിലൊരു പ്രോബ്ലം വരുന്നത് വെച്ചാൽ നമ്മുടെ ട്രഡീഷണൽ വേയിൽ ഓരോ നാടുകളിലും വ്യത്യാസമായിരിക്കും, ഓരോ കുടുംബങ്ങളിൽ വ്യത്യാസമായിരിക്കും. അപ്പോൾ അതിനൊരു സയൻറ്റിഫിക് അടിത്തറ എന്ന് പറയുന്നത് ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യും, ചിലപ്പോൾ അഡിക്കേറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യില്ല. അതിപ്പം ഡയറ്റിൻ്റെ കാര്യത്തിലായാലും ട്രീറ്റ്മെൻറ്റ് കാര്യത്തിലായാലും. അപ്പോൾ അവിടെയാണ് നമ്മളൊരു കോംപ്രിഹെൻസീവ് ആയിട്ടൊരു സൂതിക ചികിത്സ അല്ലെങ്കിൽ പ്രസവരക്ഷാ ചികിത്സ ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇതിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ കൺസീവ് ആവുന്ന സമയം മുതൽ പ്രഗ്നൻസിയുടെ ഒരു ടൈം പീരീഡ്, ഡെലിവറിയുടെ ഒരു ടൈം പീരീഡ്, അത് കഴിഞ്ഞ് റിക്കവറി, ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറയുന്നില്ല ഒരു റോളർ കോസ്റ്റർ ആണ് ശരിക്കും. കാരണം നമ്മുടെ ഇമോഷൻസ് മാറും, ഹോർമോൺസ് മാറും, ബോഡി ചേഞ്ചസ് വരും. അപ്പോൾ നമ്മൾ ആ കുഞ്ഞിനെ ഉൾക്കൊള്ളാനുള്ള ഒരു ബോഡി സ്പേസ് ഉണ്ടാക്കി കുഞ്ഞിനെ ഡെവലപ്പ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ന്യൂട്രീഷൻസും സപ്പോർട്ടും കൊടുത്ത്
പിന്നെ കുഞ്ഞിനെ പുറത്ത് വന്നു. അപ്പോൾ പുറത്ത് വരുന്ന സമയത്ത് അമ്മ കുഞ്ഞിന് കൊടുക്കുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെൻ്റാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ കയറി ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ജേണിയാണ്. ഈ ജേണിയിൽ ശരിക്കും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൈൽസ്റ്റോൺ ആണ് കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ടൈം പീരീഡ്. അപ്പം നമ്മൾ പറയും 28 ദിവസത്തെ കുളി എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞൊരു 3 months ടൈം പീരീഡാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മദറിൻ്റെ ഡെലിവറി ടൈം പീരീഡിലുള്ള ഹോർമോൺസ് നോർമൽസിയിലേക്ക് പോകാൻ എടുക്കുന്ന ഒരു ടൈം പീരീഡാണ് ശരിക്കും പറഞ്ഞാൽ 3 months. അപ്പോൾ ഈ ടൈം പീരീഡിൽ മദറിൻ്റെ ബോഡീനെ മാത്രമല്ല മൈൻഡിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പ്രധാനമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രസവരക്ഷാ ചികിത്സകൾ ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഒരു ഉദാഹരണം പറഞ്ഞാണ് റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഒരു കാര്യം. അതെന്ന് വെച്ചാൽ ഡെലിവറിയുടെ ടൈമിലാണ് റിലാക്സിൻ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജോയിൻസിനൊക്കെ ലൂസൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മസിൽസിനൊക്കെ ലൂസൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൂസൺ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡെലിവറി സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ റിലാക്സിൻ നോർമൽസിലേക്ക് വരാൻ ഡെലിവറി കഴിഞ്ഞിട്ടും അപ് ടു 3 to 6 months എടുക്കും. ഈ സമയത്ത് സന്ധികളെല്ലാം ലൂസായിരിക്കും, മസിൽസിലെല്ലാം പെയിൻ ഉണ്ടാവും, ചിലപ്പോൾ റിക്കവറി വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ, മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ബോഡി നോർമൽസിലേക്ക് വരും. അപ്പോൾ പ്രസവരക്ഷാ ചികിത്സയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് മദറിൻ്റെ വെൽബീയിങ് ആണ്. അതായത് മദർ ഈ ഒരു കഴിഞ്ഞിട്ടും ലോങ് ടേമിൽ വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കണം. അപ്പോൾ അതിന് ബോഡീനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ചികിത്സയുടെ പ്രാധാന്യം. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ സിസേറിനായാലും ഇതിനും വേറെ വേറെ അങ്ങനെയാണ്? നമ്മൾ നോർമലി എങ്ങനെയാ വെച്ചാൽ നോർമൽ ഡെലിവറി ആണ് നമുക്കൊരു 1 weekൽ. അതായത് 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് മുറിവുകൾ ഉണങ്ങുക എന്നുള്ള പ്രധാനമാണ്. കാരണം നമ്മുടെ നല്ല ഹെർബൽ പ്രൊഡക്റ്റുകളാണ്, അതിൽ ഓയിലൊക്കെ വരും, അപ്പോൾ ഇൻഫെക്ഷൻ ഉള്ള ഒരു സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം, ചൂടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും മിക്കവാറും കാര്യങ്ങൾ ചെയ്യുക. ചൂടുള്ള കുളി, ഏത് കുളി ഉണ്ടാവും, ചിലപ്പോൾ കിഴി ഉണ്ടാവും, അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഈ ചൂടുള്ള ട്രീറ്റ്മെന്റ് വരുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ വാസോ ഡൈലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമാണ് സംഭവിക്കുക. അപ്പോൾ ബ്ലഡ് വെസൽസ് എല്ലാം കുറച്ചുകൂടി വികസിക്കും, ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പോൾ ബ്ലീഡിംഗ് ഉള്ളൊരു ടൈം പീരീഡ് ആകുമ്പോൾ ബ്ലീഡിംഗ് കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ബെറ്റർ എന്താ വെച്ചാൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു 7 to 10 days റെസ്റ്റ് എടുത്തിട്ട് അവർക്ക് വരാം, മുറിവൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം, ബ്ലീഡിംഗ് ഒക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം വരാം. സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലോങ്ങർ ടൈം പീരീഡ് വേണം. ആവറേജ് ഒരു 2 weeks ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ശരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. അപ്പോഴാണ് നമുക്കൊരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുക. ഓക്കെ. ട്രീറ്റ്മെന്റിൽ നമ്മുടെ കുട്ടിയുടെ കുളിയും ഇൻക്ലൂഡ് ആണല്ലോ, അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്, എങ്ങനെ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ? നമുക്ക് കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ മദറിന്റെ വെൽബീയിങ് ആണ് കുട്ടിയുടെ ഹെൽത്ത്. പക്ഷെ നമ്മൾ കുട്ടിക്കായിട്ട് എക്സ്റ്റേണലി ചെയ്യുന്ന ഒരു കാര്യം ബേബി ബാത്ത് ആണല്ലോ. അപ്പോൾ ഈ ബേബി ബാത്തും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തെറ്റിദ്ധാരണകളുള്ള ഒരു മേഖലയാണ്. ഞങ്ങളത് നിരന്തരം ഫൈറ്റ് ചെയ്യുന്ന ഒരു മേഖലയും കൂടിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ട്രഡീഷണൽ വേ ആണ് മാക്സിമം ചൂടുള്ളത് കുളിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിലൊരു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു സയന്റിഫിക് ടേം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആയുർവേദത്തിൽ പറയുന്നത് കുഞ്ഞിൻ്റെ മൂത്രത്തിൻ്റെ ടെമ്പറേച്ചർ എന്താണോ ആ ടെമ്പറേച്ചർ വെള്ളത്തിൽ കുളിപ്പിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് പറയുന്നത്. അതിൻ്റെ ഒരു കറക്റ്റ് സയൻറ്റിഫിക് മെത്തേഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു 40 degree വരെയൊക്കെ, അതായത് 36-37 ഡിഗ്രിയാണ് ബോഡി ടെമ്പറേച്ചർ, ഒരു 40-45 ഡിഗ്രി വരെയൊക്കെയാണ് മാക്സിമം. നല്ല മഴക്കാലമൊക്കെ ആണെങ്കിൽ 45 degrees ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ലൂക്കോം വാട്ടർ, നല്ല സുഖമുള്ളൊരു വെള്ളത്തിലാണ് കുഞ്ഞിനെ കുളിപ്പിക്കേണ്ടത്. പിന്നെ എല്ലാ കുഞ്ഞിനെയും എല്ലാ ദിവസവും കുളിപ്പിക്കുക അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ചില മെത്തേഡ്സ് യൂസ് ചെയ്യാമെന്നൊന്നുമില്ല. കുഞ്ഞ് എൻജോയ് ചെയ്യണം ബേബി ബാത്ത്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കുട്ടി കരയണ്ട, കുട്ടി വളരെ ഹാപ്പിയായി വാവ് എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ വേണം കുട്ടി എപ്പോഴും കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കുട്ടിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ സീസൺ അനുസരിച്ച് ചിലപ്പോൾ ഒരു 2 degree 3 degree ഒക്കെ കുറച്ച് മാറ്റം വരുത്തുമെങ്കിലും എപ്പോഴും കുഞ്ഞിന് ഏറ്റവും കംഫർട്ടബിൾ ടെമ്പറേച്ചർ ഉണ്ടാവും. ചില കുട്ടികൾക്ക് തണുപ്പ് വെള്ളമായിരിക്കും ഇഷ്ടം ഉണ്ടാവാം, അപ്പോൾ അവർക്ക് അത് മതി. നമുക്ക് അതിലൊരു നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല. ലൂക്കോം വാട്ടർ വേണ്ടവർക്ക് ലൂക്കോം വാട്ടർ മതി. ചില കുഞ്ഞുങ്ങൾക്ക് കുറച്ചൊരു ചൂട് വേണം, അപ്പോൾ നമുക്ക് കുറച്ച് വേണമെങ്കിൽ കൂട്ടാം. നമ്മളെപ്പോഴും നമ്മുടെ സ്കിൻ വെച്ചിട്ടാണ് കുഞ്ഞിൻ്റെ സ്കിന്നിനെ കമ്പയർ ചെയ്യുക. അതാണ് ഇതൊക്കെ ശരിക്കുള്ള പ്രശ്നം. നമ്മൾ കുഞ്ഞ് അത്രയും ടെൻഡറാണ് സ്കിന്ന് ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ള ഒരു കൺസെപ്റ്റിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ബോഡി പാർട്ടിലും പ്രഷർ യൂസ് ചെയ്യരുത്. അതായത് പിടിച്ച് വലിക്കാനോ ഇതാക്കാനോ ഒന്നും ചെയ്യാൻ പാടില്ല. അവരത്രയും സോഫ്റ്റാണ്, ഡെവലപ്പിംഗ് ആണ്. അവരെ നമ്മൾ ഫ്രീ ആയിട്ട് വിടാം ഡെവലപ്പ് ചെയ്യാൻ. നമ്മളവരെ എൻജോയ് ചെയ്യാനുള്ള ഒരു ഫ്യൂ മിനിറ്റ്സ് കൊടുക്കുകയാണ് ബേബി ബാത്തിൽ. പിന്നെ ഓയിൽ യൂസ് ചെയ്യുന്നതും ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ നാട്ടിൽ ഏറ്റവും സേഫ് ആൻഡ് ബെസ്റ്റ് ഓയിൽ ഉറപ്പായിട്ടും നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ്, തേങ്ങാവെന്ത വെളിച്ചെണ്ണ. നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. തേങ്ങാവെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കി നല്ലൊരു സോഫ്റ്റ് ഇത് കൊടുത്തിട്ട് ബേബി ബാത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ പൊക്കിൾക്കൊടിയൊക്കെ വീടതിന് ശേഷം ഇൻഫെക്ഷനുള്ള സാധ്യതയൊന്നും ഇല്ല എന്നുള്ളതൊക്കെ ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ചെയ്യാം. കണ്ണിലേക്കൊന്നും എണ്ണ പോവാതെ നോക്കിയിട്ട് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ വാമി നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായി അല്ലേ കുളി? ഇവക്ക് കുറച്ച് തണുത്ത വെള്ളം ഇഷ്ടം, ഭയങ്കര ചിരിയും കളിയാൻ നേരം കുളിക്കാൻ ഇഷ്ടം.
അപ്പൊ ഞങ്ങളുടെ 14 ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയാണ്. അപ്പൊ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കണ്ടന്റ്സുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.